ശ്രീപ്രകാശ് ബാബു 2 മിനിറ്റേ ഉള്ളൂ, വളരെ ചുരുക്കി. ഇന്നിപ്പോൾ ഒരു സരസൻ സംഭവം ഓർമ്മിപ്പിക്കുകയുണ്ടായി കോടിയേരി. 80-ൽ നായനാർ സർക്കാരിന്റെ കാലത്ത് സരസൻ എന്നൊരു വ്യക്തിയെ പെട്രോൾ ഒഴിച്ച് കൊന്നു എന്നൊരു ആരോപണം ഉയർന്നപ്പോൾ CPM-നെതിരെ നിലപാടെടുക്കുകയുണ്ടായി. പിന്നീട് കരുണാകരൻ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ സരസൻ തിരിച്ചു വരികയും ചെയ്തു. അതേപോലുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം എന്താ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സരസൻ സംഭവം ഉണ്ടായപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് കൂടിയാണ് അവിടെ ആക്ഷൻ കൗൺസിൽ എടുത്തത്. അത് കോൺഗ്രസും CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആക്ഷൻ കൗൺസിൽ എടുക്കുകയും സരസൻ്റെ തിരോധാനത്തെ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രാദേശികമായ കുറച്ച് CPM ആളുകൾ അതിൽ ബേബി ജോൺ തെറ്റുകാരനല്ല, കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്തെങ്കിലും പൊതു നിലപാട് LDF-ലെ എല്ലാ ഘടകകക്ഷികളും കോൺഗ്രസും ആ സംഭവത്തിൽ സരസൻ്റെ തിരോധാനം അന്വേഷിക്കണമെന്നതായിരുന്നു. ഞങ്ങൾ ഒരിക്കലും അതിൽ മറ്റാരെയും കുറ്റപ്പെടുത്താൻ പോയിട്ടില്ല. സരസൻ്റെ തിരോധാനത്തെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണം എന്നല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതിൽ CPI-യെ മാത്രമായി പഴിചാരേണ്ടുന്ന ഒരാവശ്യവും അതിലില്ല. അത് വസ്തുതകൾ മനസ്സിലാക്കാതെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ മാത്രം പറഞ്ഞതാണ്. ശ്രീ എം പി രാജേഷ്, വളരെ ചുരുക്കി, എല്ലാം നല്ലതിനാണെന്ന് പറയുകയില്ല എന്ന് കാനം വ്യക്തമായി പറയുന്നു. ഇനി അങ്ങോട്ടുള്ള ചർച്ചകളും എതിരഭിപ്രായങ്ങളും ഒക്കെ അകത്തായിരിക്കുമോ? ഇവിടെ CPM-ഉം CPI-യും 2 പാർട്ടികളാണ്. ചില അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഭിന്നതയുള്ളത് കൊണ്ടാണല്ലോ 2 പാർട്ടികളായിട്ട് നിൽക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങളിൽ യോജിപ്പുമുണ്ട്. ഇന്നത്തെ കാലത്തിൻ്റെ രാഷ്ട്രീയ ആവശ്യം ശരിയായിട്ട് തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ CPIM. ഇന്ന് CPM-ഉം CPI-യും തമ്മിൽ തർക്കിച്ച് ഊർജ്ജം കളയേണ്ട ഒരു സന്ദർഭമാണ് എന്ന് കരുതുന്നില്ല. മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഐക്യം മറ്റന്നത്തേക്കാൾ പരമപ്രധാനമായിട്ടുള്ളൊരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെന്റുള്ള പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന സന്ദേശമാണ്. സമയക്കുറവ് മൂലം ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.